എടാ ബന്ധുക്കളൊക്കെ വരാറായില്ലേ, നീ ഇങ്ങനെ ഫോൺ നോക്കി നിന്നാ മതിയോ? എടാ അതിനല്ലേ നീ ഉള്ളേ. നീ ആ കസേരയെല്ലാം പെറുക്കി അങ്ങോട്ട് ഇട്. പിന്നെ ഇവന്റെ ബന്ധുക്കളൊക്കെ ഞാനല്ലേ സ്വീകരിക്കണ്ടേ? പിന്നെ നീ എന്തിനാടാ എനിക്ക്? എടീ നീ പിള്ളേരെയൊക്കെ അകത്തേക്ക് നോക്കൂ, ഞാനിപ്പോ വരാം. കുഞ്ചളിയാ പറ വെല്ലിയളിയാ. ഇവിടം വരെയായ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. നിന്റെ ഈ വെല്ലിയളിയന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ലൈഫിൽ സേവിങ്സ് ഒക്കെ ഉണ്ടോ? എനിക്കിപ്പോ സേവിങ്സ് ഒക്കെ ഉണ്ട്. ഏകദേശം ഇപ്പൊ ഒരു അക്കൗണ്ടിൽ ഒരു 6-7 ലക്ഷം രൂപ സേവിങ് ആയിട്ടുണ്ട്. ഉണ്ടല്ലേ? അത് നല്ലതാ. അത് മാത്രമല്ല, ഈ വെല്ലുവിളിയുണ്ടല്ലോ, സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒന്ന് പഠിച്ചു. സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും വേണ്ടത്. അയ്യോ അളിയൻ അറിഞ്ഞില്ലേ, ഞാനൊരു 10 പവൻ സ്വർണം മേടിച്ചു. അമ്മയ്ക്കാണെങ്കിൽ ഒരു മാലയും മേടിച്ചു കൊടുത്ത്. ഇതിവിടുത്തൊന്നും പറഞ്ഞില്ലേ? 10 പവൻ? പക്ഷെ അങ്ങനെയല്ല, വളരെ ചെറുപ്പം തൊട്ടേ കൃത്യമായി PSCക്ക് പഠിച്ച് സർക്കാർ ജോലി മേടിച്ച ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അറിയാം. എന്റെ ഈ അനുഭവത്തിൽ നിന്നും എന്റെ ഈ കുശാഗ്ര ബുദ്ധിയിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മള് ചിട്ടിയിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അളിയന് ചിട്ടിയുണ്ടോ? ഈ പെങ്ങൾ ഒരു കാര്യം അളിയനോട് പറയുന്നില്ല. ഞാൻ KSB 10 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നേക്കുവാ കഴിഞ്ഞ മാസം. എന്നിട്ടല്ലേ ഈ കല്യാണത്തിന്റെ പരിപാടിയെല്ലാം ചെയ്തേ. 10 ലക്ഷത്തിന്റെ ചിട്ടി? ചിട്ടി മാത്രം പോരാ. ഈ വെല്ലുളിയൻ ഈ അടുത്ത കുറച്ച് നാളായി ഒരു 10 സെന്റ് സ്ഥലം. അയ്യോ ഞാൻ പറയാൻ പറഞ്ഞ അളിയ, ഞാനേ ഹൈവേയുടെ അടുത്ത് ഒരു 2 ഏക്കർ സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ടേക്കുവാ. ഹൈവേയുടെ അടുത്ത് 2 ഏക്കർ? 2 ഏക്കറോ? എന്നാ അളിയാ? അല്ല അളിയന്റെ വയർ എരിയുന്നുണ്ടോ? ഇല്ല ഇല്ല, കണ്ണൊക്കെ അങ്ങ് തള്ളിയില്ലോ. അത് അല്ല കുടിക്കാൻ വല്ലതും എടുക്കണം. മൈഗ്രെയിൻ. എനിക്ക് പുറത്തു വരെ ഒന്ന് പോണം. ഞാൻ പോയിട്ട് വരാം. ഇപ്പോഴും ആ പൊട്ട ബൈക്കാണോ ഉപയോഗിക്കുന്നത്? ബൈക്കോ? അളിയാ നാളെ പുത്തൻ കാർ ഇവിടെ വരും. ആ പുത്തൻ കാറ് 15 ലക്ഷം രൂപയുടെ കാറ് അഡ്വാൻസ് കൊടുത്തിട്ടേക്കുവാ. നാളെ ഡെലിവറിയാ. നമുക്ക് പോണം കേട്ടോ. വനജേ, ഇച്ചിരി സംഭാരം എടുത്തേടി.